കൊറോണ വ്യാപനത്തിന്റെ ദുരിതങ്ങൾ പിന്നിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുകയാണ്. മുമ്പത്തേതിനേക്കാളും ഇരട്ടി വേഗത്തിൽ കുതിച്ചുയരാൻ തയ്യാറായി കൂടുതൽ നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നത്. ഒരു ഭാഗത്ത് പ്രവാസികൾക്ക് ആശ്വാസം നൽകി ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ മറുഭാഗത്ത് ജോലികളിൽ നിന്നും പ്രവാസികളെ ഒഴിവാക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി വരുന്ന സ്വദേശിവൽക്കരണം കൂടുതൽ മേഖലകളിലേക്ക്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വർഷം ജനുവരി 1 മുതൽ സൗദിയിലെ ജ്വല്ലറി ഷോപ്പുകളിൽ ഇനി പ്രവാസികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. ഉത്തരവ് ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. സ്വർണ്ണ വിൽപ്പന കേന്ദ്രങ്ങളിലും ആഭരണ നിർമ്മാണ കേന്ദ്രങ്ങളിലും സമ്പൂർണ്ണ സൗദിവൽക്കരണം നടപ്പിലാക്കാനുള്ള തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ തീരുമാനത്തെ തുടർന്നാണിത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുവഴി സൗദിവൽക്കരണം നടപ്പിലാക്കുന്ന തസ്തികകളിൽ ആയിരക്കണക്കിന് സ്വദേശികൾക്ക് തൊഴിൽ നൽകാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ജ്വല്ലറികളിൽ സ്വദേശികൾക്ക് നിയമനം നൽകുന്നതോടെ ബിനാമി ഇടപാടുകൾ കണ്ടെത്താൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലും അധികൃതർക്കുണ്ട്. സൗദിയിലെ സ്വർണ്ണ വിപണന മേഖല ലോകത്തെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നായാണ് കണ്ടുവരുന്നത്. മിഡിൽ ഈസ്റ്റിൽ സ്വർണ്ണ വ്യാപാരത്തിൽ മുന്നിൽ നിൽക്കുന്ന സൗദിയിൽ 14 ബില്യൺ നിക്ഷേപം ഈ മേഖലയിലുണ്ടെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇവയിൽ 40% ബിനാമികളാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. സൗദി പൗരന്മാരുടെ പേരിൽ വിദേശികളാണ് ഇവ നടത്തിവരുന്നത്. എന്നാൽ സമ്പൂർണ്ണ സൗദിവൽക്കരണം വരുന്നതോടെ ഇവ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഏവരും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 16 വർഷമായി ഈ മേഖലയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സ്വദേശിവൽക്കരണം ഇത്തവണ പൂർണ്ണമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ എത്തുന്നത്. രാജ്യത്തെ 6000 സ്വർണ്ണക്കടകളിലായി 30,000-ലേറെ പേർ ജോലി ചെയ്യുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുറഞ്ഞ ശമ്പളവും ഭാരിച്ച ജോലിയും കാരണം പലപ്പോഴും ഈ മേഖലയിൽ സൗദിവൽക്കരണം വിജയിക്കാറില്ല എന്നതും ഒരു കടമ്പ തന്നെയാണ്. 5000 മുതൽ 7000 റിയാൽ വരെയാണ് മുഴുസമയ ജോലിക്ക് ശമ്പളമായി ലഭിക്കുക. എന്നാൽ ഇത്തവണ കൂടുതൽ സൗദികളെ ജോലിക്ക് എത്തിക്കാനാണ് മന്ത്രാലയത്തിന്റെ ശ്രമം. അതേസമയം സമ്പൂർണ്ണ സൗദിവൽക്കരണം നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രവാസി ജീവനക്കാരന് 20,000 റിയാൽ എന്ന തോതിൽ പിഴ ഈടാക്കാനാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് ബിരുദധാരികളും ഡിപ്ലോമക്കാരുമായ 96,000 സൗദികൾക്ക് കഴിഞ്ഞ വർഷം തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരിൽ 1/3 കൂടുതലും സ്ത്രീകളാണ്. സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനും മനുഷ്യവിഭവ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണിത്. ഇവരിൽ 59,173 പേർ ബിരുദധാരികളാണ്. 47,707 പേർ സോഷ്യൽ ഇൻഷുറൻസ് മേഖലയിലും 9,283 പേർ സിവിൽ സർവീസിലും 2,283 പേർ വാണിജ്യ മേഖലയിലുമാണ് ജോലി നേടിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.